സൗത്ത് ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയുടെ അലിഗഡ് എന്നറിയപ്പെടുന്ന ഫറൂഖ് കോളേജിൽ നമുക്കൊരു അഡ്മിഷൻ എടുത്താലോ എങ്ങനെ ഉണ്ടാവും അല്ലേ? ഫറൂഖ് കോളേജിലെ പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്തൊക്കെയാണ്, അഡ്മിഷൻ ഡേറ്റ്, ലാസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, അതായത് ഫറൂഖ് കോളേജ് ഡിഗ്രീൻ്റെ ഓൾ ഓവർവ്യൂ, ഏതാ കോഴ്സ് അവിടെ ഉണ്ട്, ഫീസ് എങ്ങനെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇന്നാണ് ഫറൂഖ് കോളേജിൻ്റെ പിന്നെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് ഞാൻ അറിയാൻ സാധിച്ചു. പക്ഷേ നിങ്ങൾ പേടിക്കണം, എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ വീഡിയോയിൽ ഫറൂഖ് കോളേജിലെ കോഴ്സും കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കും. സോ എന്തൊക്കെയാണ് ഫറൂഖ് കോളേജിലെ കോഴ്സ്, നമുക്ക് എങ്ങനെ ഫറൂഖ് കോളേജ് അഡ്മിഷൻ എടുക്കാം, ഏതെല്ലാം രീതിയോടെ അപ്രോച്ച് ചെയ്താൽ ഫറൂഖ് കോളേജ് അഡ്മിഷൻ കിട്ടും നോക്കാം. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പേഴ്സണലി ഞാൻ പഠിക്കണം ഏറെ ആഗ്രഹിച്ച ഒരു കോളേജാണ്. ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ എൻ്റെ നടക്കാതെ പോയ സ്വപ്നങ്ങളിലൊന്നാണ് ഫറൂഖ് കോളേജ് പഠിക്കുന്നത്. ഓക്കെ, ഫറൂഖ് കോളേജിൽ ആദ്യത്തെ നിങ്ങൾ രജിസ്ട്രേഷൻ മൊത്തം ഓൺലൈനാണ്. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഫറൂഖ് കോളേജ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ വേറെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിലല്ല നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ആയിട്ട് ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ഫറൂഖ് കോളേജ് വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓൾ കാൻഡിഡേറ്റ് സീക്കിംഗ് അഡ്മിഷൻ റിഗാർഡിംഗ് ഏതാ, ജനറൽ മെറിറ്റ് ആയിക്കോട്ടെ, റിസർവേഷൻ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, മാനേജ്മെന്റ് ആയിക്കോട്ടെ, എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഓൺലൈനായിട്ട് നമ്മുടെ ഫറൂഖ് കോളേജിന്റെ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസാണ്. ഫോർ ജനറൽ കാറ്റഗറി എത്രയാണ്? 450 രൂപയാണ് രജിസ്റ്റർ യുജിക്ക് ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പൈസ. SC/ST ആണെങ്കിൽ 175 രൂപയെ വരുന്നുള്ളൂ. ഇനി മാനേജ്മെന്റ് അപ്ലിക്കേഷൻ ആണെങ്കിലോ, മാനേജ്മെന്റ് അപ്ലിക്കൻസ് ആണെങ്കിൽ 450 കൂടെ 250 റുപ്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്. അതായത് ഫറൂഖ് കോളേജിന്റെ ഏറ്റവും വലിയൊരു വരുമാനം എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീസ് ആട്ടോ. കണ്ടമാനം കുട്ടികൾ രജിസ്റ്റർ ചെയ്യും, പക്ഷെ വളരെ കുറച്ച് കുട്ടിയൊക്കെ എന്ത് ചെയ്യുള്ളൂ, അഡ്മിഷൻ കിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം. റെഡി. ഇനി അടുത്ത പരിപാടി, FaroukCollege.online എന്ന വെബ്സൈറ്റിലാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇനി എന്തൊക്കെ കോഴ്സാണ് ഫറൂഖ് കോളേജിൽ? ഫറൂഖ് കോളേജ് ഓവർ നോക്കുകയാണെങ്കിൽ 22ഓളം വരുന്ന ഡിഗ്രി പ്രോഗ്രാമുകൾ ഫറൂഖ് കോളേജിലുണ്ട്. അതുപോലെ തന്നെ 15ഓളം വരുന്ന PG പ്രോഗ്രാം ഉണ്ട്. ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ട് ഒരു കോഴ്സ് പുതിയതുണ്ട്. അതുപോലെ തന്നെ 11 PhD പ്രോഗ്രാം ഇവിടെ ഉണ്ട് ഫറൂഖ് കോളേജിലുണ്ട്. ഇനി ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡിഗ്രി പ്രോഗ്രാമാണ്. PG നമ്മൾ അധികം നോക്കുന്നില്ല. ഡിഗ്രി ഏതൊക്കെയാണ്? ഡിഗ്രി പ്രധാനമായും BA നോക്കുകയാണെങ്കിൽ BA അറബിക് ഇസ്ലാമിക് ഹിസ്റ്ററി ഹോണേഴ്സ് ഉണ്ട്, BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഹോണേഴ്സ് ഉണ്ട്, BA മലയാളം ഹോണേഴ്സ്, BA സോഷ്യോളജി ഹോണേഴ്സ്, BA മൾട്ടിമീഡിയ ഹോണേഴ്സ്, BA എക്കണോമിക് ഹോണേഴ്സ്, BSc മാത്തമാറ്റിക്സ് ഹോണേഴ്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഹോണേഴ്സ്, BSc കമ്പ്യൂട്ടർ സയൻസ് ഹോണേഴ്സ്, BSc സൈക്കോളജി ഹോണേഴ്സ്, BSc ഫിസിക്സ് ഹോണേഴ്സ്, BSc കെമിസ്ട്രി ഹോണേഴ്സ്, BSc ബോട്ടണി ഹോണേഴ്സ്, BSc സോളജി ഹോണേഴ്സ്, BCom ഫിനാൻസ് ഹോണേഴ്സ്, BBA ഫിനാൻസ് ഹോണേഴ്സ്, ദെൻ AICTC അപ്രൂവ്ഡ്. ഇനി സെൽഫ് ഫിനാൻസ് കോളേജിലൊക്കെ ആണെങ്കിൽ വരുന്നത് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട് ഹോണേഴ്സ്, BCom ഫിനാൻസ് ഉണ്ട് ഹോണേഴ്സ്, BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഹോണേഴ്സ്, BSc സൈക്കോളജി ഹോണേഴ്സ്, ബിവോക്ക് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് ബിവോക്ക് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഇതൊക്കെ എന്താണ്? സെൽഫ് ഫിനാൻസ് കോളേജാണ്. സെൽഫ് ഫിനാൻസും സ്വയംഭരണ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുന്നതാണ്. ഇത്രയും BA പ്രോഗ്രാംസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ഫറൂഖ് കോളേജിന്റെ വെബ്സൈറ്റ്. അതിൽ താഴോട്ട് പോയി UG പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ UG അഡ്മിഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാം, ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് കാണാം. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിൽ നിങ്ങൾ പോകും. അവിടെ UG രജിസ്ട്രേഷൻ ഉണ്ട്. ആ UG രജിസ്ട്രേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഓൺ 1/5/2025. അതുപോലെ ഇന്ന് എത്രയാണ്, ഇന്ന് 29 അല്ലേ, 31 ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഓൺ 31. അപ്പൊ എൻ്റെ ഇന്നത്ര ഡേറ്റ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് 29 ആയിട്ടുള്ളൂ. അപ്പൊ ഇന്നും 2 ദിവസം ഇനിയുണ്ട്, 31. അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആണ്, ആരോ പറഞ്ഞു ഇന്നാന്നുള്ളത്. അപ്പോൾ 31 ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയും 2 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ വേഗം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കാര്യം ഇനിയും ചില കാര്യങ്ങളേക്ക് നിങ്ങളുമാർ ഷെയർ ചെയ്യാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും ഡേറ്റ് നീട്ടാനുള്ള സാധ്യത, നിങ്ങൾ അത് നോക്കി നിൽക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഗ്രി പ്രോഗ്രാം ഏതാണോ അതനുസരിച്ച് നിങ്ങൾ നേരെ കൊടുക്കുക. ഇനി അതുപോലെ തന്നെ അടുത്തൊരു പ്രത്യേകത, നമുക്ക് ഇവിടെ ഉള്ള എല്ലാം നമുക്കറിയാം, ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം ആണല്ലോ. 4 വർഷം നമ്മൾ പറഞ്ഞു, 4 വർഷത്തെ ഡിഗ്രീനെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ എന്താണ് ശരിക്കും 4 വർഷ ഡിഗ്രിയും 5 വർഷ ഡിഗ്രി നമ്മൾ വ്യത്യാസം അറിയാത്ത ആൾക്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ വീഡിയോ കൊടുക്കുന്നുണ്ട്. നിർബന്ധം ആ വീഡിയോ നിങ്ങൾ കാണും. റെഡി. ഇനി ഇവിടെ പിന്നെ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിൽ വരുന്നതാണ് ഇന്റഗ്രേറ്റഡ് MSc ജിയോളജി വരുന്നുണ്ട്. ജിയോളജി അധികം എല്ലാ കോളേജിലും ഒന്നുമില്ല. ഇവിടെ ഫറൂഖ് കോളേജിൽ എനിക്കൊന്ന് ജിയോളജി ഉള്ളത്. അതുപോലെ തന്നെ ബിവോക്ക് പ്രോഗ്രാം ആയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതിൽ ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ UG പ്രോഗ്രാം, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാതും BA BSc ആയിട്ട് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഫറൂഖ് കോളേജിലുണ്ട്. ഇനി എന്താണ് ഫറൂഖ് കോളേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എൻറ്റയർലി ഒരു വേറെ തന്നെ ഒരു
വൈബ് കോളേജാണ്. അപ്പോൾ നമുക്ക് എജുപോർട്ടിനെ സംബന്ധിച്ച് ഞാൻ ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമ്മുടെ ഒരു എജുപോർട്ടിൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന എജുപോർട്ടിൻ്റെ ഒരു ക്യാമ്പസ് എവിടെയുണ്ട്, നമുക്ക് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് നമ്മുടെ നീറ്റ് ജെയിൻ്റെ റിപ്പീറ്റേഴ്സ് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടെ അവിടെ പോകുമ്പോൾ ആ ഒരു ക്യാമ്പസിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫറൂഖ് കോളേജ് പഠിക്കാൻ താല്പര്യ ആളുകൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, വേഗം faroukcollege.online എന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറുക. നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം മിസ് ചെയ്യരുത്. ഈ അവസാന ഡേറ്റിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. 31-ാം തീയതിയാണ് അവസാന ഡേറ്റ്. അപ്പോൾ ഇനി ഡേറ്റ് നോക്കി നിൽക്കേണ്ട. ആരെങ്കിലും മറന്നുപോയ ആൾക്കാർ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം ഓട്ടോണമസ് കോളേജിലൊക്കെ അതത് പിന്നെ അവരുടെ വെബ്സൈറ്റിലായിരിക്കും ചെയ്യുക. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് ഓട്ടോണമസ് കോളേജുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പലരും ഇനി അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കാതെ നേരെ അവിടുത്തെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ആ കോളേജിൻ്റെ പേര് സെർച്ച് ചെയ്യുക. എന്നിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. അവിടെ അഡ്മിഷൻ പല ഓട്ടോണമസ് കോളേജിലും സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഡേറ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി പെട്ടെന്ന് നിങ്ങളുടെ പരിപാടി ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച അവസാനം എന്ത് ചെയ്യാൻ പാടില്ല, അവസാനത്തേക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞു പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ മിസ്സാൻ വേണ്ടി പാടില്ല. റെഡി. അപ്പോൾ അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയുമായി ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്ത ആൾക്കാർ അതും പെട്ടെന്ന് എന്ത് കാണുക. അവിടുത്തെ ഡീറ്റെയിൽസും കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുമായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് റിലേറ്റഡ് ഓൾ കണ്ടന്റ് നിഹാൽ സാർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ കൊടുക്കുക. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഐ ക്യാൻ റിപ്ലൈ യു. സോ താങ്ക് യു സോ മച്ച്. ബൈ.